നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇറാനിലേക്ക് തന്നെയാണ്. 2 ദിവസത്തെ ആക്രമണം കൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഫ്യൂസ് ഊരിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അയൺ ഡോം പോലെയുള്ള ഡിഫൻസ് സംവിധാനങ്ങളിൽ, അതായത് എയർ ഡിഫൻസ് സംവിധാനങ്ങളുടെ ഉറപ്പിൽ ഇറാനോട് മുട്ടാൻ പോയ ഇസ്രയേൽ ആ ഒരു തീരുമാനം തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹൈഫ എന്ന് പറയുന്നത്. ഹൈഫയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ടെൽ അവീവും. ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത് ഈ 2 സ്ഥലങ്ങളെയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഹൈഫ ഇവിടെ കാണാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹൈഫയുള്ളത്. ഈ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇറാൻ വളരെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നിരവധി കെട്ടിടങ്ങളാണ് ആക്രമണത്തിന് ഇരയായിട്ടുള്ളത്. അതുപോലെ തന്നെ സർവ്വതും കത്തി അമരുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് നിന്ന് വരുന്നത്. രക്ഷാപ്രവർത്തനവും തെരച്ചിലുമെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കുന്നുണ്ട്. അതായത് ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇസ്രയേലിൻ്റെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള തെരച്ചിലും കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ട് സിറ്റിയാണ്, അതായത് തുറമുഖ നഗരമാണ് ഹൈഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ടെൽ അവീവും. ഇറാൻ തൊടുത്തുവിട്ട ബാലസ്റ്റിക് മിസൈലുകൾ അത് വലിയ നമ്പറിൽ, അതായത് വളരെയധികം കൂടുതൽ നമ്പറുകളിൽ എത്തിയതോടുകൂടി തന്നെ ഇസ്രയേലിനെന്നല്ല, ലോകത്തെ ഏതൊരു രാജ്യത്തിനും അത് തടഞ്ഞിടുക എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഗസയിലും ലെബനോനിലും ഇസ്രയേൽ ഇറങ്ങിക്കളിച്ചു. കാര്യം തിരിച്ച് കളിക്കാനായിട്ട് അവർക്കൊരു പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രൈക്ക് നടത്തുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ അതുപോലെ ഇറാൻ്റെ അടുത്ത് വന്നപ്പോൾ കളി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സമീപകാലത്തൊന്നും നേരിടാത്ത ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വിദേശ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി ഞാൻ വാർത്തകൾ പറയുമ്പോൾ പോലും അതിനടിയിൽ വന്ന് നെഗറ്റീവ്, അതിനെതിരെ കമൻ്റ് ഇടുന്നവർ ഇന്ന് തീർച്ചയായിട്ടും അങ്ങനെ ഇടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം എല്ലാ മീഡിയയും ഇപ്പോൾ ഏത് മീഡിയ എടുത്ത്, വിദേശ മീഡിയ ആയാലും ശരി, നമ്മുടെ ഈ ഇന്ത്യയിലുള്ള മീഡിയ ആയാലും ശരി, എല്ലാവരും തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതിനാൽ തന്നെ നിങ്ങൾക്കും റിയാലിറ്റി അറിയാം. അതുകൊണ്ട് അത്തരം കമൻറ്റുകൾ ഇന്നത്തെ വീഡിയോയുടെ അടിയിൽ ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമ്മൾ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ ആക്രമണത്തിൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു വസതിയുണ്ട്, കെസേറിയ. ആ വസതി ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്നാൽ നെതന്യാഹു എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ വന്നിട്ടില്ല. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്നത് ഗ്രീസിലാണ് എന്ന രീതിയിലാണ് ഒരു വാദം വരുന്നത്. അതായത് അദ്ദേഹം സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വിമാനം അത് ഗ്രീസിൽ കണ്ടിരുന്നു. അതിനാൽ തന്നെ ഗ്രീസിലാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴുള്ളത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ അണ്ടർഗ്രൗണ്ടിൽ എവിടെയോ ഉണ്ട് എന്ന രീതിയിലും പറയപ്പെടുന്നു. അതൊരു ഒഫീഷ്യലായിട്ട് എവിടെയെങ്കിലും ഇപ്പോൾ ഇസ്രയേലി മീഡിയ ആണെങ്കിൽ തന്നെ കൺഫേം ചെയ്യാതെ അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും സ്പെക്കുലേഷൻസ് ഇതാണ് പറയുന്നത്. അദ്ദേഹം ഗ്രീസിലുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിട്ടുകൊണ്ട് ഇസ്രയേൽ നടത്തിയ, അതായത് വെള്ളിയാഴ്ച നടത്തിയ ഒരു ആക്രമണത്തോടെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം കൈവിട്ട് തുടങ്ങിയത്. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാനിൽ നിന്നുണ്ടായ ഒരു ആക്രമണം, അതിനുശേഷം ഇസ്രയേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കാറ്റ്സ്, ഇയാൾ നടത്തിയ ഒരു പ്രസ്താവന അത് വളരെയധികം വിവാദമായിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പാണ് അറിയാതെ പുറത്തേക്ക് വന്നത്. ഇറാൻ നടത്തിയ ആക്രമണത്തിൻ്റെ പ്രതികാരം അത് തെഹ്റാനിലുള്ള ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഇസ്രയേലിലെ ഒരു മന്ത്രി പച്ചയ്ക്ക് ഭീഷണി മുഴക്കുകയാണ്. എന്നാൽ ഇറാൻ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രസ്താവനയോട് പ്രതികരിച്ചിട്ടുണ്ട്. അഹങ്കാരിയായിട്ടുള്ള ഇയാൾ ഒരു ഭീരുവായി മാറിയിരിക്കുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ആക്രമണം എന്നൊരു പ്രസ്താവന അത് വൻ വിവാദമായതോടുകൂടി ഈ ഒരു പ്രസ്താവന ഇപ്പോൾ പുള്ളി പിൻവലിച്ചിട്ടുണ്ട്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു യുദ്ധത്തിൻ്റെ തന്നെ ഒരു ഗതി മാറ്റിയേക്കാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇത് തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ഇറാന്റെ ഒരു ആക്രമണത്തിൽ അമേരിക്കൻ എംബസിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. അമേരിക്കൻ എംബസി ഇപ്പോൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വാർത്ത നൽകുന്ന ഒരു ആശങ്ക
അത് വളരെ വലുതാണ്. കാരണം ഇത്തരം ഒരു പ്രവൃത്തിയിലൂടെ ചിലപ്പോൾ അമേരിക്കയും ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു വന്നേക്കാം. ടെൽ അവീവിലുള്ള അമേരിക്കൻ എംബസിക്ക് നേരെയല്ല, അതിൻ്റെ ഒരു കുറച്ച് ചെറിയ രീതിയിൽ മാത്രമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി ആർക്കും പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ അവർക്കൊരു നാശനഷ്ടം ഉണ്ടായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും വളരെയധികം ആശങ്ക ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് യുദ്ധം വലുതാകാനായിട്ട്, ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ വലുതാകാനായിട്ടുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ആശങ്കയാണ് എന്ന് പറയുന്നത്. അതിനിടെ IRGC ജനറൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ഇസ്രയേലിന് നേരെ കനത്ത ആക്രമണം തന്നെ ഇനിയും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനു മുമ്പ് IRGCയുടെ അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡുമാർ ഇവരുടെ നേതാവിനെ തന്നെ, അതായത് ഏറ്റവും വലിയ ഓഫീസറായിട്ടുള്ള ഇവരുടെ ചീഫായിട്ടുള്ള വ്യക്തിയെ തന്നെ ഇസ്രയേൽ ആക്രമണത്തിലൂടെ വധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഹുസൈൻ സലാമി എന്നാണ്. അതിനാൽ തന്നെ ഇറാൻ ഒന്നിന് പിറകെ ഒന്നായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രയേലിലേക്ക് അഴിച്ചുവിട്ടത്.